ഓ അടിച്ചോ, നല്ല ഹുക്ക, ഡ്രൈവിൻ്റെ സാധനമല്ലേ. വാഹയാണോ ചെറുതാണോ? പൊക്കി എടുത്തും കിട്ടും. അടുത്തോട്ട് കൊണ്ടുവന്നട്ടെ, ഫ്രണ്ടിലോട്ടെ. പോവല്ലേ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം. അപ്പോൾ അതെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണക്ക് തന്നെ നമ്മൾ വേണ്ട വള്ളത്തെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, നമുക്ക് വേണ്ട ചൂണ്ടക്കേസിലെ വിഷ്ണു ബ്രോ ഉണ്ട് കേട്ടോ. ചെയ്യാൻ പറ്റത്തില്ല. അതെ വെട്ടവും കുറവാണ് അങ്ങോട്ട്. അപ്പോൾ അതെ, ഞങ്ങൾ രണ്ടും കൂടാണ് ഇന്നത്തെ പരിപാടിയൊക്കെ. നമ്മളെ സെയിം വള്ളം, സെയിം സ്ഥലം തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ വാഹ ചെറുവിനൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്പല്ലിക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് സെറ്റായിട്ടിരിക്കുവാണ്. ഇപ്പോൾ ദേ ഒരു 4 മണി ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ നല്ലതായിട്ട് താന്ന് നല്ല അടിപൊളി അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഇവിടെയൊക്കെയാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാമാണ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ വിഷ്ണു ബ്രോ ഇന്ന് ജമ്പ് ഫ്രോ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അറിയത്തില്ല, കാരണം 2 പേർക്ക് എറിയാൻ പറ്റത്തില്ല, ഈ ഒരു ചെറിയൊരു വള്ളമായതുകൊണ്ട്. അപ്പം ഞാൻ വള്ളം ഹാൻഡിൽ ചെയ്യും, വിഷ്ണു ബ്രോ ആയിരിക്കും കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് എന്തായാലും കിട്ടുവാണെങ്കിൽ നല്ലൊരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനകത്ത് അടിച്ച മീനെയും ഉപയോഗിച്ച ടാക്കിൾസും ഒക്കെ നമ്മൾ പയ്യെ പരിചയപ്പെടുത്തി കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഓ അടിച്ചോ, ക്യാമറ ആണല്ലോ. പയ്യ മതി. ധൃതിയൊന്നും വെക്കണ്ട, ഫ്രണ്ടിലോട്ട് കയറ്റി ഇടുമല്ലോ. നല്ല ഹുക്ക, ഡ്രൈവിൻ്റെ സാധനമല്ലേ. വാഹയാണോ ചെറുവിനാണോ? വാഹയ കാര്യം പറഞ്ഞാണ്ടിരുന്നപ്പോൾ തന്നെ അങ്ങനെ നമ്മുടെ കൂടെ വന്ന കൂട്ടുകാരനും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നൊരു 10-15 മിനിറ്റ് ആയില്ലേ നമ്മൾ തുടങ്ങിയിട്ട്. പൊക്കി എടുത്തും കിട്ടും. അടുത്തോട്ട് കൊണ്ടുവന്നട്ടെ, ഫ്രണ്ടിലോട്ടെ. പോവല്ലേ. ഒറ്റ അടിച്ചിട്ട് അങ്ങോട്ട് അടുപ്പിക്കട്ടെ. ഗൈസ്, ദേ ഞാനും നമ്മുടെ വിഷ്ണു ബ്രോ ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വാഹ അടിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ സൈസൊന്നും അല്ല, ഒരു 1 kg അത്രേ ഉള്ളു. അപ്പോൾ ദേ കണ്ടല്ലോ, ഇതാണ് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല വെയിലാണ്. അതുപോലെ തന്നെ നമുക്ക് അടിച്ചിരിക്കുന്ന ലൂറ് നമ്മുടെ ഡ്രൈവിൻ്റെ ജമ്പ് 65 റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ നമ്മളൊരു ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മീനാണ് വിഷ്ണു ബ്രോയുടെ. ഇനി എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, നമ്മളതിന് പയ്യെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. വാലൊക്കെ ഇരിക്കുന്നുണ്ടോ, വിഷറി കണക്ക് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടും കൂടി ഇപ്പോൾ ഒരു 3:30 ഇറങ്ങിയാണ്. പയ്യെ ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് ഇനിയും കുറച്ച് പരിപാടിയും കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും മീൻ കിട്ടുവാണെങ്കിൽ പയ്യെ വീഡിയോയുടെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെ, നമുക്കിനി നോക്കാം, ഇനി വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, ബ്രോ എൻ്റെ ദൈവമേ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തോ മീനാ വന്നേ. ഗൈസ്, അപ്പോൾ ദേ നമ്മളേണ്ട ഒരു മണിക്കൂറാണ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് കേട്ടോ. വന്നിട്ട് ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതുവരെ ഒരു മീൻ പോലും അടിച്ചിട്ടില്ല. കാരണം നമുക്ക് അടിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹ മാത്രമേ അടിച്ചിട്ടുള്ളൂ, വേറെ ചെമ്പല്ലിയും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ വെള്ളം നല്ല തെളിവാണ്, പക്ഷേ ആക്ടിവിറ്റി വളരെ കുറവാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇനി ഉപ്പുവെള്ളമായിട്ടുണ്ട്. സാധാരണ ഉപ്പുവെള്ളം വരുമ്പോഴത്തേക്ക് ചെമ്പല്ലി അത് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എന്നാലും ചില ദിവസത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കണക്കായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ ഇടുന്ന വീഡിയോസ് ആണെങ്കിലും പല ദിവസത്തെ വീഡിയോസ് ആയിരിക്കും നമ്മൾ മാക്സിമം ആയിട്ട് ഇടുന്നത്. അല്ല നമ്മൾ ചെന്ന ഉടനെ മീൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അത് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെ, നമ്മൾ ഇപ്പം പയ്യെ നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്തേക്കുവാണ്. നമുക്കണ്ട ഒരു മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വാഹ മാത്രം. അതുപോലെ തന്നെ വിഷ്ണു ബ്രോ അവിടുന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ വള്ളം എടുക്കുക, നേരെ വീട്ടിലോട്ട് പോയേക്കുക. ഓക്കെ, കാരണം നല്ല രീതിയിൽ ടയേർഡായി, നമ്മൾ കുഴഞ്ഞൊരു പരുവായി. കാരണം വീട്ടിൽ നിന്നൊരു 2 മണിയായപ്പോൾ ഇറങ്ങിയതാണ്.
അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വെയിലും കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം തുടങ്ങുകയും ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ വീഡിയോ ഇനിയും എല്ലാ ആഴ്ചയിലും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.